അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ഏതായാലും ആ ആഭ്യന്തര കാര്യം എന്നുള്ള നിലയിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനം തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നടപ്പാക്കാറുള്ളത്. അതല്ലാതെ കണ്ട് അതിനകത്തെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുള്ള യാതൊരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ജനാധിപത്യത്തിന് ഒരു വില കൊടുക്കാതെയുള്ള ഏകാധിപത്യ പ്രവണതയുമായി അവർ മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, മൂന്നാം തവണയും പിണറായിയുടെ സർക്കാർ വരുന്നതിന് വേണ്ടി അതിനെ നയിക്കും എന്ന് അവർ പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഞങ്ങൾ 100 സീറ്റിലധികം നേടിയെടുത്തുകൊണ്ട് UDF അധികാരത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ അക്കാര്യങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്ന് പഞ്ചായത്തുകളുടെ കാര്യമാണെങ്കിലും മുനിസിപ്പൽ അതുപോലെ കോർപ്പറേഷൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അത് കടന്നു വരാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഏറെ സംതൃപ്തരാണ്. ഈ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുമെന്നുള്ളത് സാദിഖ് അലി തങ്ങൾ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ സീറ്റുകൾക്ക് തങ്ങൾക്ക് അർഹതയുണ്ട്, മുന്നണിയിൽ അത് ഉന്നയിക്കുമെന്നുള്ളതാണ് തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു മുന്നണി സംവിധാനമാണ്. മുന്നണി സംവിധാനം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ പല വിട്ടുവീഴ്ചകളും നടത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അത് ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൂടാ എന്നില്ല. ആവശ്യങ്ങൾ ഉന്നയിച്ചാലും അത് പരിഹരിക്കപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകളും മറ്റും ഞങ്ങൾ നടത്തും. അതിന് പകരമായി അവർ ഇങ്ങനെ ഉന്നയിക്കുന്നു അല്ലെങ്കിൽ അവരിങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അല്ല, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്തരത്തിൽ ഓരോ ആളുകളെക്കുറിച്ചും അവർക്ക് എത്ര സീറ്റിന് അർഹതയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് എത്ര സീറ്റിന് അർഹതയുണ്ട് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒത്തുചേർന്നിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ നിങ്ങളങ്ങനെ പറയുന്നു എങ്കിലും ലീഗ് ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും. അതിൻ്റെ തീരുമാനങ്ങൾ ഏത് തരത്തിൽ വരും എന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. ഒരു കാര്യമുള്ളത്, ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വരുന്നൊരു മണ്ഡലമാണ് പാലക്കാട്. നിലവിലെ MLA ബന്ധപ്പെട്ട് കോൺഗ്രസ് നടപടിയെടുത്ത് അടക്കം മാറ്റിയെടുത്ത സാഹചര്യമാണ്. അപ്പോൾ അവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം തരുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി ഉണ്ടാവുമോ? എങ്ങനെയാണതിന്? ഇല്ല, അത് ഞങ്ങളുടെ സീറ്റ് നിർണയ ചർച്ചകൾ മറ്റൊന്നും ഇതുവരെയും ഞങ്ങൾ നടത്തിയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അത്തരം കാര്യങ്ങൾ വരുന്ന അവസരത്തിൽ ഞങ്ങൾ ആ കാര്യങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. പാലക്കാട് മറ്റൊരു MLA ഉണ്ടാവും, അതായത് രാഹുൽ വീണ്ടും സ്ഥാനം മത്സരിക്കില്ല. അല്ല, അത്തരം കാര്യങ്ങൾ ഞാനിപ്പോൾ തൽക്കാലം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അത് കൂട്ടായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളും. കോർ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള PJ കുര്യൻ പറഞ്ഞിരിക്കുന്നത്, ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യം ഒരു അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു അഭിപ്രായത്തിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും K മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രാഹുൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ PJ കുര്യനെ തള്ളിയിരിക്കുകയാണ്. രാഹുൽ പാർട്ടിക്ക് പുറത്താണ്, രാഹുൽ മത്സരിക്കില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വളരെ മുതിർന്ന നേതാക്കന്മാരാണ്. ആ മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള നിലയിൽ അവരൊക്കെ അഭിപ്രായങ്ങൾ പലതും പറയാറുണ്ട്. ആ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ മറുപടി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് ഞങ്ങളുടെ കമ്മിറ്റികൾ, അതുപോലെ മുതിർന്ന നേതാക്കന്മാർ, അങ്ങനെയുള്ള ആളുകൾ ആലോചിച്ചുകൊണ്ട് എന്താണെന്ന് തീരുമാനമെടുക്കേണ്ടതെന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. കാര്യം കൂടി, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഭയങ്കര നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ MP-മാരെ മത്സരിപ്പിക്കണമെങ്കിൽ അങ്ങനെ പ്രത്യേകമായ ഇളവ് നൽകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആലോചിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മത്സരിപ്പിക്കാൻ തയ്യാറാകും? ഇല്ല, അത് ഞാനല്ല അതിന് മറുപടി പറയേണ്ടത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ളത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി
എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോൾ ജയസാധ്യത പരിഗണിച്ചുകൊണ്ട് എംപിമാർ മത്സരിക്കാൻ സാധ്യതയില്ല. അല്ല, അത് തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമാണ് അതിന് അന്തിമമായി വരാൻ പോകുന്നത്. അന്തിമമായ തീരുമാനം അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ എങ്ങനെയാണ്? ആവശ്യമെങ്കിൽ എംപിമാരെ മത്സരിപ്പിക്കാമെന്നാണോ? അല്ല, പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഞാനിപ്പോൾ നടത്തുന്നത് ശരിയല്ല. ഇനിയിപ്പോൾ 2-3 മാസക്കാലം കൂടെ ഉണ്ട്. അപ്പോൾ ആ 2-3 മാസക്കാലം തെരഞ്ഞെടുപ്പിനുണ്ട് എന്നുള്ളത് കൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെക്കെതിരെ അല്ല ഞാൻ വർത്തമാനം പറയേണ്ടത്. അതെല്ലാം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള വർത്തമാനങ്ങൾ മാത്രമാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറയേണ്ടി വരും. സീറ്റ് വിഭജന ചർച്ചകളൊക്കെ എന്ന് തുടങ്ങും? അല്ല, ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ UDFുമായി ബന്ധപ്പെട്ടുള്ള ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ വലിയ താമസമില്ലാതെ ഞങ്ങൾ പൂർത്തീകരിക്കും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകും. ഇന്നലെ സ്വർണ്ണക്കൊളയിൽ ഒരുപാട് പ്രതികരണങ്ങൾ നടത്തി. പക്ഷേ ഇപ്പോൾ BJP അതൊരു വലിയൊരു ആയുധമാക്കി കൊണ്ടുവരികയാണ്. അവർ പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഒളിച്ചൽ ഇപ്പോഴും ഉണ്ട്. പോറ്റി എന്തിന് സോണിയാഗാന്ധിയെ കണ്ടു എന്നത് ഒരു വ്യക്തത വരുത്താൻ ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായിട്ടില്ല എന്നതാണ്. അല്ല, ഞാൻ പറയാം, എന്നോടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്, അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് പറയാം. ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അത് കണ്ടെത്തുന്നതിന് വേണ്ടി എവിടെ പോയി, എങ്ങനെ പോയി എന്നതിനെക്കുറിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുന്നത്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെയും അത്തരം കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായി പോയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ അത് പൂർണ്ണമാണോ എന്നതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട്. എങ്കിലും അവർ കൊടുക്കുന്നത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ളത് കൊണ്ട് അത് കോടതിയുടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ അവർ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അവരും അത് ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തപ്പെടേണ്ടതാണ്. താങ്കൾക്കെതിരെ അന്വേഷണം വന്നാൽ താങ്കൾ സഹകരിക്കും? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ഞാൻ നേരത്തെ തന്നെ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെ കൂടി ഞാൻ അറിയിക്കാം. നിങ്ങളിലൂടെ മാത്രമാണ് എനിക്കെതിരെ അന്വേഷണം ഉണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ ചാനലുകാരിൽ നിന്ന് മാത്രമാണ് എനിക്കെതിരെ അന്വേഷണമുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അതുമായി ഞാൻ സഹകരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് സഹകരിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. നിരവധി ആളുകൾ, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശിൻ്റെ ഒരു ചിത്രം കണ്ടു എന്നുള്ളത് കൊണ്ട് അടൂർ പ്രകാശ് ഇതിനകത്തൊന്നും മാറി നിൽക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ SIT എന്നെ വിളിച്ചാൽ കൃത്യമായുള്ള കാര്യങ്ങൾ ഞാനവിടെ പറയും. അതിലൊരു ഉത്തരത്തിലേക്ക് എത്തിയില്ല. സോണിയാഗാന്ധി എന്തിനു കണ്ടു എന്നുള്ളതിന് ഉത്തരം അല്ലല്ല, ഞാൻ അങ്ങനെ ഉത്തരം ഞാൻ പറഞ്ഞില്ല. നിങ്ങളത് വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട. ഇല്ല, ഞാൻ ഒന്ന് പറയട്ടെ. ഇത് ഇദ്ദേഹത്തിന് ഈ റിപ്പോർട്ടർ ചാനലിനെ ഒരു ഇച്ചിരി കുഴപ്പമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് ആദ്യം പറയട്ടെ, സോണിയാഗാന്ധിയെ എന്തിനു കണ്ടു എന്ന് എന്നോടിപ്പോൾ ആരെങ്കിലും ചോദിച്ചു. ഞാനല്ലല്ലോ പറയേണ്ടത്. അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെട്ടതിന് ശേഷം അയാൾ ഇവിടെ ശബരിമലയിൽ അന്നദാനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ എത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനവിടെ പോയി ഉദ്ഘാടനം നടത്തി ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷമാണ് അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ്, അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാനില്ല. അത് നിങ്ങൾ അന്വേഷിക്കണം. അല്ലല്ല, ഞാൻ ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് പോയി എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സോണിയാഗാന്ധിയോടൊപ്പം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അല്ല പ്ലാൻ ചെയ്തൊന്നുമല്ല. ഇയാൾ അവിടെ വന്നിട്ടാണ് എന്നെ ഫോൺ ചെയ്തു എന്നോട് പറഞ്ഞു, ഇങ്ങനെ നാളെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട്
സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ എം പി എന്നുള്ള നിലയിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതാണ്. അതെ അതെ. ചോദ്യം ഇപ്പോൾ സോണിയാഗാന്ധി പോലെ രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷയുള്ള ഒരാളുടെ അടുത്ത് ഈ സ്ഥലം MP പോലും അറിയാതെ അവർ പെർമിഷൻ എടുക്കുന്നു, പിന്നീടാണ് താങ്കളെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ വരുന്നു, എത്രയോ ആളുകൾ അവിടെ അപ്പോയിൻമെൻറ്റ് വാങ്ങി ഓരോ ദിവസവും സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. സോണിയാഗാന്ധിയെ കാണുകയും സോണിയാഗാന്ധിയുടെ മുമ്പിൽ പോയി അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന ചില ഇത് അല്ല, ഇത് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അതിന് മുമ്പ് കയറി എന്തോ കയറി വെടിവെക്കാതിരി അതിന് മുമ്പ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി. പക്ഷേ അന്ന് എനിക്കറിയില്ല ഇയാൾ ഈ കാട്ടുകൊള്ളക്കാരനാണെന്നോ കൊള്ള സംഘത്തിൻ്റെ തലവനാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ പോയത്. ഇന്നിപ്പോൾ വിളിച്ചാൽ ഞാൻ ഒരിക്കലും പോയില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെൻറ്റ് അംഗമാണ്. അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക ആരാണെന്നോ. അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇന്ന് ഈ പാലം പണിയാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ, ഏതാ മാർക്സിസ്റ്റ് പാർട്ടിയും പിന്നെ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി. അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? അല്ലല്ല, പേര് പറയാനില്ല. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇവിടെ പാലം പണിയാൻ വേണ്ടി പോയത് ആരാ? അല്ല, അത് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുക. ഈ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോളുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷണം നടത്തുക. ആ അന്വേഷണം നടത്തി ആരൊക്കെയാണ് ഫോൺ കോൾ ചെയ്തിട്ടുള്ളത്. ഈ ജോൺ ബ്രിട്ടാസിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കൂടെ ഫോൺ രേഖകൾ പരിശോധിക്കേണ്ട ഒരുപാട് പേരുടെ ഫോട്ടോ ഇല്ലേ? മുഖ്യമന്ത്രി ഇല്ലേ? മുഖ്യമന്ത്രി നേരെ ഇറങ്ങി വന്ന് ഓഫീസിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന വാഹനത്തിന്റെ കീ ഏറ്റുവാങ്ങാൻ വേണ്ടി പോയില്ലേ? താങ്കൾ UDF കൺവീനർ എന്ന നിലയ്ക്ക് കൂടി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? ജോൺ ബ്രിട്ടാസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം. അല്ല, അത് അന്വേഷിക്കണം. അതും അന്വേഷിക്കുന്നതാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനെ കുറിച്ച് SIT അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഞാനിതിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതൊക്കെ അന്വേഷിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം. ആ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരും എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഈ പോറ്റിയും ജോൺ ബ്രിട്ടാസ് MPയുമായിട്ട് ഡൽഹിയിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ആരോപണം. ഇനിയിപ്പോൾ അതിന് വേറെ ഒന്നും പറയാനില്ല ഇപ്പോഴും തൽക്കാലം.